ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ അനദർ ഡേ ഇൻ മൈ ലൈഫ്. ഇന്നപ്പോൾ മഴയില്ലാത്ത തെളിച്ചൊക്കെ ഉള്ള ഒരു ദിവസമാണ് കേട്ടോ. അതുകൊണ്ട് തന്നെ വീഡിയോ ഒക്കെ എന്തോ കുറച്ചും കൂടി ക്ലിയർ കൂടിയ പോലെ ഒരു തോന്നുന്നു. ഞാൻ അത് നോക്കി അങ്ങനെ നിൽക്കാൻ കേട്ടോ. പിന്നെ രാവിലെ തന്നെ ഇന്ന് തേങ്ങ വെട്ടിട്ടതാണ് കേട്ടോ ചെന്ന് കാണുന്ന കണി. മഴക്കാലമാണെങ്കിലും ഏത് നിമിഷമാണ് മഴ വരികയെന്ന് അറിയില്ലെങ്കിലും നമുക്ക് തേങ്ങ ഇടലിപ്പോൾ നിർബന്ധമാണ് കേട്ടോ. എണ്ണയൊക്കെ പറ്റി തീർന്നിട്ടുണ്ട്. പിന്നെ അറിയാലോ, എണ്ണക്കൊക്കെ തീ പിടിച്ച വിലയല്ലേ. പിന്നെ രാവിലെ രണ്ട് അനിയത്തികളും, ഒരാൾ മദ്രസിലേക്കും ഒരാൾ സ്കൂളിലേക്കും പോകാനുള്ള തയ്യാറെടുപ്പില്ല കേട്ടോ. ആ സമയത്ത് ഞാൻ പിന്നെ ചായ കുടിച്ചിട്ട് എൻ്റെ സ്ഥിരം പരിപാടിയിലേക്ക് ഇറങ്ങിയിട്ടുണ്ട്. കാലാവസ്ഥ നല്ലതായതുകൊണ്ട് തന്നെ തേങ്ങ പുറത്ത് വെയിലത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. കാലാവസ്ഥ നല്ല തെളിഞ്ഞ കാലാവസ്ഥയാണ്. പിന്നെ തുണികളെല്ലാം പെട്ടെന്ന് തിരുമ്പിട്ടിട്ടുണ്ട്. വെയിൽ മാറി എപ്പോഴാണ് മഴ വരാന്ന് ഊഹിക്കാൻ പോലും പറ്റാത്ത കാലാവസ്ഥയാണല്ലോ ഇപ്പോൾ. ഇതൊക്കെ നോക്കി ഞാൻ ഇവിടെ ഇങ്ങനെ ഇരുന്നപ്പോഴാണ് റിബു എൻ്റെ കയ്യിൽ ഓരോ സാധനമായിട്ട് വരുന്നത് കേട്ടോ. എന്നിട്ട് ഇത് വേണോ എന്ന് ചോദിച്ച് കളിക്കാണ്. രണ്ടാൾ സ്കൂളിൽ പോയതുകൊണ്ട് തന്നെ റിബുവിന് ഭയങ്കര വെറിയാണ് കേട്ടോ. എനിക്ക് ഈ തെളിഞ്ഞ ആകാശം കാണുമ്പോൾ എന്തോ വല്ലാത്തൊരു ഗുഡ് ഫീലാണ്. മൂടിയിരിക്കുന്ന അവസ്ഥയാണെന്നുണ്ടെങ്കിൽ എനിക്കും എന്തോ ഒരു മൂടിയ പോലത്തെ ഒരു ഫീൽ ആവട്ടോ. ഞാൻ കുറച്ച് തുണികളൊക്കെ മടക്കാണ്ടായിരുന്നു, അതൊക്കെ മടക്കി വെച്ചിട്ടുണ്ടായിരുന്നു. അത് കഴിഞ്ഞിട്ട് പിന്നെ ഞാൻ നേരെ ഫുഡ് കഴിക്കാൻ പോയി. എൻ്റെ ഫ്രണ്ടിന്റെ കൂടെ ഞാൻ പുറത്ത് പോകുന്നുണ്ടെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ ഇന്നലത്തെ വ്ളോഗില്. അപ്പൊ നമുക്ക് എന്തായാലും പോവാലേ എന്ന് പറഞ്ഞിട്ട് മെസ്സേജ് അയച്ചിട്ടുണ്ടായിരുന്നു. എന്റെ ത്രില്ലിലാണ് ഫുഡൊക്കെ കഴിക്കും. ഞാൻ ഫുഡൊക്കെ കഴിച്ചു. ഇതെന്താന്ന് ആലോചിക്കണ്ട. ഇന്നലത്തെ വീഡിയോ ചെയ്തപ്പോൾ എഡിറ്റ് ചെയ്ത സമയത്ത് അപ്ലോഡ് ചെയ്തിട്ട് ഞാൻ കണ്ട സമയത്തൊക്കെ എനിക്ക് തോന്നി വീഡിയോക്ക് സൗണ്ട് കുറവാണെന്ന്. അപ്പോൾ ഇന്ന് മൈക്ക് വെച്ച് ചെയ്യാമെന്ന് വിചാരിച്ചു. ഇതിന് ഇനി എത്രത്തോളം സൗണ്ട് ഉണ്ടാവും എന്ന് നാളത്തെ വീഡിയോ കണ്ടാലും അറിയാം. അപ്പോൾ ഞാൻ എന്താ വന്നതെന്ന് വെച്ചാൽ, ഞാൻ ഇന്നലെ പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ എൻ്റെ ഫ്രണ്ടിൻ്റെ കൂടെ പോവാണെന്ന്. ഞങ്ങൾ വെറുതെ ഒന്ന് കറങ്ങാൻ ഇറങ്ങിയതാണ്. കുറേ ദിവസമൊന്നുമല്ല, മാസങ്ങൾ, മേ ബി വർഷമായിട്ടുണ്ടാവും. അത്രയും ദിവസമായി ഞങ്ങളൊന്ന് ഒരുമിച്ച് പുറത്ത് പോകണം എന്നിങ്ങനെ പ്ലാൻ ചെയ്യാൻ തുടങ്ങിയിട്ട്. പക്ഷേ ഇതുവരെ അതിനൊരവസരം കിട്ടിയിട്ടില്ല. ഇന്നലെ വരെ. ഇനിയിപ്പോൾ ഇന്ന് കിട്ടുമോയെന്നറിയില്ല. ഈ സമയമായിട്ടുള്ളൂ, വൈകുന്നേരം പോകാമെന്നാണ് പറഞ്ഞത്. അപ്പോൾ ഇതുവരെ ആയിട്ട് അതിനൊരവസരം കിട്ടിയിട്ടില്ല. എന്നും എന്തെങ്കിലുമൊക്കെ ഒരു തടസ്സം ഉണ്ടാകും. ഒന്നെങ്കിൽ അവൾക്ക് പറ്റൂല, ഒന്നെങ്കിൽ എനിക്ക് പറ്റൂല. അങ്ങനെ കുറേ അയക്കണം ഒന്ന് പുറത്ത് പോകാൻ പ്ലാൻ ചെയ്തിട്ട് നടക്കാതെ ഇങ്ങനെ നടക്കണം. അപ്പോൾ ഇന്നലെ എന്തായാലും പോകണം പറഞ്ഞതാണ്. അപ്പോൾ മഴ സ്വൈപ്പാക്കി. ഇന്നിപ്പോൾ മഴ ഇതുവരെ ഇല്ല. ഇപ്പോൾ പെയ്യുമോയെന്ന് അറിയില്ല. പെയ്യാതിരുന്നാൽ മതിയായിരുന്നു. അപ്പോൾ ഇന്ന് ഏതായാലും പോകാമെന്ന് വിചാരിച്ചു. അപ്പോൾ എൻ്റെ ഫ്രണ്ടിൻ്റെ പേര് ഷഫ്ന എന്നാണ് കേട്ടോ. ഷഫ്നാൻ്റെ കൂടെയാണ് ഞാൻ പോകാൻ പോകുന്നത്. അപ്പോൾ പോകാനുള്ള തയ്യാറെടുപ്പുകൾ ചെയ്യാം. ഓക്കെ, അപ്പോൾ എൻ്റെ ഔട്ട്ഫിറ്റ് കണ്ടല്ലോ, അതാണ് ഞാനിന്ന് ഇടാൻ പോകുന്നത് കേട്ടോ. ഈ ഡേറ്റ് എനിക്ക് എങ്ങോട്ടേലും പോകുമ്പോൾ മാറ്റണതും ഒരുങ്ങണതൊക്കെ ഭയങ്കര മടിയായിക്കണം കേട്ടോ. എത്ര സിമ്പിളാക്കാൻ പറ്റുമോ അത്രയും സിമ്പിളാക്കിയിട്ടേ പോവുള്ളൂ. മീൻസ് എന്തോ മടി കൊണ്ടാണ്, അല്ലാതെ ഇഷ്ടമില്ലാഞ്ഞിട്ടല്ല കേട്ടോ. ചെയ്യാനെന്തോ ഭയങ്കര മടിയാണ് അങ്ങനെയൊക്കെ. അപ്പോൾ ഇന്ന് അതിടാമെന്ന് വിചാരിച്ചു. ഞാൻ എപ്പോൾ പുറത്ത് പോയാലും പെട്ടെന്ന് വലിച്ചു കയറിയിരുന്ന ഡ്രസ്സിൽ പെട്ടതാണ് കേട്ടോ അത്. ഇടാൻ നല്ല സുഖമാണ്. അപ്പോൾ ഇന്ന് അതിടാമെന്ന് വിചാരിച്ചു. മഴ ഇങ്ങനെ മൂടി വരുന്നുണ്ട്. ഇന്നും മുടങ്ങുമോ? ഏയ് ഉണ്ടാവില്ലല്ലേ. അപ്പം ഞാനിപ്പോൾ റെഡി ആയിട്ട് ഇറങ്ങിയിട്ടുണ്ട്. ഷഫ്ന ഇപ്പോൾ വരാമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഞങ്ങളെ വയലിൽ പോയി നിന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. അങ്ങോട്ട് വരാമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ അവിടെ പോയി നിൽക്കുകയാണ് കേട്ടോ. ഇപ്പോൾ ഒരു 5 മിനിറ്റ് കഴിഞ്ഞപ്പോൾ തന്നെ അവൾ വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ ഞങ്ങൾ പോയി. പ്രത്യേകിച്ച് ലക്ഷ്യമൊന്നും ഇല്ലാത്തതുകൊണ്ട് തന്നെ എങ്ങോട്ടാണ് പോകേണ്ടതെന്നൊരു ഐഡിയ ഒന്നും ഉണ്ടായിരുന്നില്ല കേട്ടോ. വെറുതെ അങ്ങനെ പോയേനു. അങ്ങനെ പോയി ഞങ്ങൾ അടുത്തുള്ള അങ്ങാടിയിൽ ഇറങ്ങിട്ടോ. ഫാൻസിയിൽ ഇറങ്ങിയിട്ടുണ്ടായിരുന്നു. 2 സാധനമൊക്കെ വാങ്ങാനുണ്ടെന്ന് ഓൾക്കും പറഞ്ഞു, എനിക്കും പിന്നെ വാങ്ങാനുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ അവിടെ ഇറങ്ങി ഒക്കെ വാങ്ങി. ഉള്ള ദിവസമായതുകൊണ്ട് തന്നെ നല്ല തിരക്കുണ്ടായിരുന്നു. പിന്നെ ഞങ്ങൾ അടുത്ത് ഗസ്റ്റോ എന്ന് പറഞ്ഞ ഷോപ്പ് ഉണ്ടായിരുന്നു കേട്ടോ. അവിടുന്ന് ഷവർമയും ലൈമും കഴിച്ചിട്ടുണ്ടായിരുന്നു. അത് കഴിഞ്ഞ് പിന്നെ ഞങ്ങൾ തിരിച്ചു പോന്നു. അപ്പോൾ ഇന്നത്തേക്ക് ഇത്രയേ ഉള്ളൂ ഗൈസ്. വീഡിയോ ഇഷ്ടമായി ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ. അടുത്തൊരു വീഡിയോ ആയിട്ട് വരാം.